ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൗത്രൻ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ മാഷും കമലയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വളരെയധികം വിഷമത്തിലാണ്. അതായത് വിക്രമിന് എന്തൊക്കെ ചെയ്തിട്ടും വിക്രം മാറുന്നില്ല. എപ്പോഴും ആ ശ്രീനിസാറിൻ്റെ ഓരോ കാര്യങ്ങൾ ചെന്ന് ഇടപെട്ട് പോലീസ് സ്റ്റേഷനിലും കേസുമായിട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് ഒരു മോചനം കിട്ടുക എന്നുള്ളതാണ് അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാഷ് പറയുകയാണ്, ഇനി അവ ഒരിക്കലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി നശിച്ചല്ലോ എന്ന് വിചാരിക്കുകയാണ്. മാത്രമല്ല, ആ കുട്ടി ഇവിടെ തന്നെ എന്നും ഉണ്ടാകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ജീവിതം വെച്ചുകൊണ്ടുള്ളൊരു കളിയാണല്ലോ എല്ലാവരും കൂടി കളിക്കുന്നതെന്ന് മാഷ് പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, അന്നേ അവളുടെ അമ്മ പറഞ്ഞ അനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവളെ വെറുപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. നമ്മൾ മാത്രം വിഷമിച്ചാൽ മതിയായിരുന്നല്ലോ. ഈ തീരാ ദുഃഖങ്ങളൊന്നും എനിക്ക് കാണാൻ വയ്യെന്ന് കമല പറയുകയാണ്. എന്നിട്ട് മാഷും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും കൂടി ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രീകാന്തിൻ്റെ വീടാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് വളരെയധികം ടെൻഷനിൽ വന്ന് കയറുകയാണ്. അപ്പോൾ ശങ്കരനാരായണനും പത്മവും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, നീ വളരെ ടെൻഷനിലാണല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദയുടെ കാര്യം എടുത്തിടുകയാണ് ശ്രീകാന്ത്. അപ്പോൾ അവളുടെ കാര്യം നീ വിടുക, അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, ഇനി നമ്മളാരും അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയണത്, ഞാനായിട്ട് ഇടപെടാൻ പോകുന്നില്ല, പക്ഷേ അവർ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഞാനില്ലാത്ത സമയത്ത് നീ ഇവിടെ ഒരു കളി കളിച്ച് എനിക്കറിയാം. അപ്പോൾ ഇനി മേലെ അങ്ങനെയുള്ള കളികളൊന്നും കളിക്കരുതെന്ന്, ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്നും ശങ്കരനാരായണൻ താക്കീത് കൊടുക്കുകയാണ്. ഞാൻ ഒരു കളിക്കും പോയില്ല. ഇപ്പോൾ ശ്രീനിവാസൻ പുതിയൊരു തൊഴിലാളി സംഘടന രൂപീകരിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഫാക്ടറിക്കെതിരെ, തൊഴിലാളികൾക്കെതിരെ ഒരു സംഘടന സംഘടിപ്പിക്കുകയാണ് അവർ. അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആരെന്നറിയാം? വിക്രം. ഇങ്ങനെ ഓരോ കമ്പനികളിലും ഓരോ തൊഴിലാളി സംഘടന രൂപീകരിച്ച് അവസാനം നമ്മുടെ കമ്പനി തന്നെ പൂട്ടേണ്ടി വരും, ഇല്ലെങ്കിൽ അച്ഛൻ നോക്കിക്കും എന്നൊക്കെ പറയുകയാണ്. എനിക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് ശ്രീകാന്ത് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ പോവുകയാണ്. അപ്പോൾ പത്മൻ ചോദിക്കുകയാണ്, എന്താണ് ശങ്കരേട്ട ഇവിടെ നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് പത്മൻ പറയുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വേദയാണ് കാണിക്കുന്നത്. അപ്പോൾ വേദ രാവിലെ വിക്രമിൻ്റെ റൂമിൽ വന്ന് വിക്രം അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്നിട്ട് തിരിച്ചിറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ കമല ആശുപത്രിയിൽ പോകാനായിട്ട് ഇറങ്ങി വരികയായിരിക്കും. അപ്പോൾ അമ്മ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഹോമിയോ ആശുപത്രിയിൽ പോവുകയാണ്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയാൽ പോരെന്ന് ചോദിക്കുകയാണ്. എനിക്കൊരു കാര്യം നടപ്പാക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എനിക്കിന്ന് അമ്പലത്തിൽ പോകണമെന്നും അപ്പോൾ അവിടെ ചില വഴിപാടുകളൊക്കെ നടത്താനുണ്ടെന്നും അതിന് വിക്രമും കൂടി വരണമെന്ന് അമ്മ പറയുകയാണ്. അപ്പോൾ മോളെ, നീ അവനെ നന്നാക്കാൻ വേണ്ടി എന്തുമാത്രമാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇതിൻ്റെയൊക്കെ ഫലം കാണുമെന്നുള്ള രീതിയിൽ കമല സംസാരിക്കുകയാണ്. അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? ഞാൻ എങ്ങനെയായാലും വിക്രമിനെ മാറ്റിയെടുക്കും, പുതിയൊരാളായിട്ട് തന്നെ മാറ്റിയെടുക്കുമെന്ന് വേദ പറയുകയാണ്. എന്നിട്ട് ഒരു മാഞ്ചിയുടെയും ഒരു ഫൽഗുണയുടെയും കഥ പറയുകയാണ്. അതായത് മാഞ്ചി എന്ന് പറയുന്ന വളരെ സ്നേഹസമ്പന്നനായ ഭർത്താവും ഭാര്യയോട് വളരെയധികം പ്രണയമുള്ള ഒരാളുമാണ്. അപ്പോൾ അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് നഗരത്തിലോട്ട് പോകുന്നെങ്കിൽ ഒരു വലിയ മല കയറിയിട്ട് വേണം പോകാനായിട്ട്. ഏകദേശം ഒരു 70 കിലോമീറ്ററോളം ദൂരം കാണും. അങ്ങനെ ഈ മല കടക്കുന്നതിൻ്റെ ഇടയിൽ അയാളുടെ ഭാര്യ തെന്നി വീഴുകയാണ്. എന്നിട്ട് തലയ്ക്ക് പരിക്കേൽക്കുകയും ഉടൻ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെയധികം വിഷമാവുകയാണ് മാഞ്ചിക്ക്. അങ്ങനെ ഈ വിഷമം മാഞ്ചി സഹിക്കാൻ പറ്റാതാകും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാഞ്ചി ഒരു ചുറ്റികയും ഉളിയും എടുത്ത് ഈ മല തുറന്ന് ഇങ്ങനെ അതിൻ്റെ വ്യാപ്തം കുറച്ച് വരികയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അയാളെ കളിയാക്കി, അയാൾ വട്ടനെന്നും അയാൾക്ക് സ്ഥിരബോധം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ്. എന്നാൽ നീണ്ട 22 വർഷത്തെ അയാളുടെ പ്രയത്നത്തിലൂടെ ആ മല ഇടിച്ചിടിച്ച് അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ള റോഡാക്കി ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് അമ്മയ്ക്ക് എന്താണ് മനസ്സിലാകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമലയ്ക്ക് എല്ലാം മനസ്സിലായി. അതായത് വേദ എൻ്റെ മകനെ മാറ്റിയെടുക്കും, ഒരുപാട് നാളെടുത്ത് കഷ്ടപ്പെട്ടാലും ശരി തന്നെ വിക്രമിനെ മാറ്റിയെടുക്കും എന്നുള്ളൊരു ഉറപ്പ് കമലയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ ഉടൻ തന്നെ കമല വിക്രമിനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വേദ അമ്പലത്തിൽ പോവുകയാണെന്ന്, നീ അവളോടൊപ്പം പോകണമെന്നും അവൾ പറയുന്ന വഴിപാടൊക്കെ കഴിപ്പിക്കണമെന്നും പറയണം. ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് കമല പറഞ്ഞപ്പോൾ എല്ലാം പോകാമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദിനി ശ്രീജ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറയുകയാണ്, ശ്രീജ പറയുകയാണ്, വിക്രം ഒരു കോവിലിലെ വഴിപാടല്ലേ, അത് നീ പോയി കഴിപ്പിച്ചിട്ടോ, വേറെ എന്താണ് അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്ന് പറയുകയാണ്. അവസാനം ഗത്യന്തരം ഇല്ലാതെ വിക്രം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ നന്ദിനിക്ക് ചില കുശുകുശുകളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ നന്ദിനി പറയുകയാണ്, എന്ത് വഴിപാടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ
ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം കമല പറയുകയാണ്, എനിക്ക് ആശുപത്രിയിൽ പോകാൻ സമയമായി, നീ പോയി പെട്ടെന്ന് റെഡിയായി വേദയോടൊപ്പം പോകാനായിട്ട് പറയുകയാണ്. അങ്ങനെ വേദയും വിക്രം പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദിനി ശ്രീജ അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് നന്ദിനി ശ്രീജയോടെ വന്ന് പറയുകയാണ്, വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എന്താണ് എന്തോ ഒരു ഉടായ്പ ഇതിൽ മണക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജ വഴക്കാണ്, എന്ത് ഉടായ്പാണ് നന്ദിനി, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവർ ഭാര്യ ഭർത്താവ് പോയി വരട്ടെ, എന്നാൽ നമുക്കും കൂടെ ഒന്ന് പോയാലോ, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദിനിയുടെ നിർബന്ധപ്രകാരം ശ്രീജയും കൂടി അമ്പലത്തിലോട്ട് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ വിക്രമും വേദയും അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുകയാണ്. എന്നിട്ട് അവർ നിൽക്കുന്ന സമയത്ത് ശ്രീജയും നന്ദിനിയും കൂടി ഹോട്ടലിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ അനിയന് വേണ്ടി വഴിപാടൊക്കെ കഴിപ്പിക്കില്ല, അപ്പോൾ ഞങ്ങളും കൂടി വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, എന്ത് വഴിപാടാണ് നടത്തുന്നത്? അപ്പോൾ വേദ പറയുകയാണ്, നന്ദിനി ഏട്ടത്തി വഴിപാടിൻ്റെ പേരൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫലം പോകുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് 4 പേരും കൂടി ശ്രീകോവിൽ ചെന്ന് എല്ലാം നന്നായിട്ട് തൊഴുകയാണ്. അപ്പോൾ പോറ്റി വരികയാണ്. അപ്പോൾ ആരാണ് വഴിപാട് നേരുന്നത്, ഇയാളാണോ എന്ന് ചോദിക്കുകയാണ് വിക്രമിനെ കണ്ടിട്ട്. അപ്പോൾ അതേന്ന് പറയുകയാണ്, എങ്കിൽ ചെന്ന് കുളിച്ചിട്ട് വരൂ എന്ന് പറയുകയാണ്. അപ്പോൾ വിക്രം വേദയോട് പതുക്കെ ചോദിക്കുന്നു, എന്ത് വഴിപാടാണ് നേരുന്നത്, ആദ്യം വിക്രം പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് ബാക്കി പറയാമെന്ന് പറയുകയാണ്. അങ്ങനെ വിക്രം പോയി കിണറ്റിൻ്റെ കരയിൽ പോയി കുളിക്കുകയാണ്. അപ്പോൾ പോറ്റി ആ സമയം ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും വഴിപാടോ നേർച്ചയോ ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ വേദ എടുത്ത വായിൽ പറയുകയാണ്, ആ നന്ദിനി ഏട്ടത്തിക്കുണ്ട്, 1000 പ്രാവശ്യം ഓം നമഃ ശിവായ എന്ന് ജപിച്ചു ഒറ്റ നടന്നയ്ക്കാന്നാണ് 21 പ്രാവശ്യം അങ്ങനെ നേർന്നിരിക്കും. അപ്പോൾ ഞാൻ നേർന്നിട്ടില്ല എന്ന് നന്ദിനി പറയുകയാണ്. അപ്പോൾ ആ നേർന്നായിരുന്നു, ഞാൻ ഇവിടെ അമ്പലത്തിൽ വന്ന സമയത്ത് നേർന്നതാണെന്ന് പറയണം. അങ്ങനെ നന്ദിനെ കൊണ്ട് ആ നേർച്ചയെല്ലാം ചെയ്യിപ്പിക്കണം. എന്നിട്ട് ശ്രീജിയുടെ പറയുകയാണ്, ഇങ്ങനെയെങ്കിലും ചെയ്ത പാവങ്ങളൊക്കെ മാറട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നന്ദിനി നേർച്ചയെല്ലാം വിഷമിച്ചാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ വിക്രം കിണറ്റിൻകരയിൽ ചെന്ന് കുളിച്ച് അമ്പലത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട വേദയ്ക്ക് എങ്ങനെയെങ്കിലും വിക്രമിൻ്റെ കേസുകളിൽ നിന്നും അടിപിടിയിൽ നിന്നും ആ ശ്രീനിവാസനിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നല്ലൊരു ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വേദ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്